ആദ്രാവിസ് ആണ് കേട്ടോ. എടാ നമ്മളെ ക്രിസ്മസ് എക്സാം ആവാറായില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എങ്ങനെയൊക്കെ പഠിച്ചാലാ പഠിച്ചവനെ മാർക്ക് കിട്ടുക എന്നൊക്കെ വിചാരിച്ചിട്ട് ഭയങ്കര ടെൻഷനിലൊക്കെ ആയിരിക്കും. അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. പഠിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാനാണ് ഇന്ന് നിങ്ങളുടെ മിസ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളിപ്പോ ഇങ്ങനെ ആലോചിച്ചിരിക്കോ, മിസ്സിന് എന്തൊക്കെയാണ് ഇന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അല്ലേ? യെസ്, നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തുറക്കുമ്പോൾ ഈ പറയുന്ന സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് വന്നിരിക്കും. അപ്പൊ നിങ്ങൾ അത് കാണാൻ റെഡി ആയിട്ടാണോ ഇരിക്കുന്നത്? അപ്പൊ മിസ് ഓരോന്നായിട്ട് പറഞ്ഞുതരാം, മക്കളെ ശ്രദ്ധിച്ചോളൂ. യെസ്, നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ തുറന്നു നോക്കുമ്പോൾ നിങ്ങൾക്ക് ആദ്യം കാണിക്കുന്നത് വായിക്കാം എഴുതാം. എന്താണ്? വായിക്കാം എഴുതാം. നിങ്ങൾക്ക് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും മക്കളെ ഉണ്ടായിരിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. അപ്പോൾ അതൊരു കഥയാവാം, കവിതയാവാം. ആ ഒരു കഥയെയോ കവിതയോ ആസ്പദമാക്കിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് അത് വായിച്ചു നോക്കുക. ആ ഒരു കഥയാണെങ്കിലും കവിതയാണെങ്കിലും നന്നായിട്ട് മനസ്സിലാക്കി വായിച്ചു നോക്കുക. എന്നാലേ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ കഴിയുള്ളൂ. അപ്പൊ നിങ്ങൾ ഒന്നാം ചോദ്യം മക്കളെ ഇത് പ്രതീക്ഷിച്ചോളൂ, വന്നിരിക്കും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഏതാണ്? യെസ്, സംഭാഷണമാണ് അടുത്തത്. അപ്പൊ മക്കളെ എക്സാമിന് മിസ്സേ സംഭാഷണം വരുമോ? യെസ് മക്കളെ, വന്നിരിക്കും. മിസ്സാണ് പറയുന്നത് എക്സാമിന് സംഭാഷണം വന്നിരിക്കും. അപ്പൊ മിസ്സേ സംഭാഷണം എങ്ങനെയാണ് എഴുതേണ്ടത്? നിങ്ങൾക്ക് സംശയമായിരിക്കും അല്ലേ? അപ്പൊ മിസ് ആ സംഭാഷണം എങ്ങനെയാണ് എഴുതേണ്ടതെന്നുള്ള അടുത്തൊരു വീഡിയോയിൽ വന്നിരിക്കും കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ എങ്ങനെയാണ് ഒരു സംഭാഷണം എഴുതേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ട് മിസ് വന്നിരിക്കും. അപ്പൊ നിങ്ങൾ സംഭാഷണം ഉറപ്പിച്ചോളൂ, സംഭാഷണം വന്നിരിക്കും. ഓക്കെ, അടുത്ത എന്താണ്? യെസ്, അഭിപ്രായക്കുറിപ്പാണ് അടുത്തത്. അപ്പൊ മിസ്സേ അഭിപ്രായക്കുറിപ്പ് വരുമോ? മിസ്സാണ് പറയുന്നത് അഭിപ്രായക്കുറിപ്പ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കും. അപ്പൊ മക്കളെ അഭിപ്രായക്കുറിപ്പ് എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ എഴുതേണ്ടത്? യെസ്, നിങ്ങൾക്ക് തന്നിരിക്കുന്ന സംഭവം വായിച്ചു നോക്കുക, നന്നായിട്ട് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ അതിനുണ്ടാവുള്ളൂ. അപ്പം എന്ത് സംഭവം തരികയാണെങ്കിലും ഏതൊരു ചോദ്യമാണെങ്കിലും എന്താ ചെയ്യേണ്ടത്? നന്നായിട്ട് വായിച്ചു നോക്കുക, നന്നായിട്ട് മനസ്സിലാക്കി വായിക്കുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏതൊരു ചോദ്യത്തിനും ആൻസർ എഴുതാൻ കഴിയുള്ളൂ. അപ്പൊ സെറ്റ് അല്ലേ? അപ്പം അഭിപ്രായക്കുറിപ്പ് നിങ്ങൾ എഴുതുമല്ലോ, അടിപൊളിയാക്കി എഴുതുമല്ലോ. ഓക്കെ, അടുത്തത് കഥാപാത്ര നിരൂപണം. ഇത് വന്നിരിക്കും. മക്കളെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു കഥാപാത്ര നിരൂപണം എഴുതാൻ വന്നിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അത് കാണുമ്പോൾ യെസ്, ഇത് ഞങ്ങൾക്ക് മിസ് പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ്, ഇത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ള കാര്യം മിസ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും ഇതെനിക്ക് നല്ല മാർക്ക് വാങ്ങണം, ഞാൻ നന്നായിട്ട് എഴുതുമെന്നുള്ള ആ ഒരു കോൺഫിഡൻസോട് കൂടി ആയിരിക്കണം നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവേണ്ടതും അതേപോലെ തന്നെ എക്സാം എഴുതേണ്ടതും. അപ്പൊ സെറ്റല്ലേ? അപ്പം കഥാപാത്ര നിരൂപണം അടിപൊളിയായിട്ട് എഴുതല്ലോ. ഒരു കഥാപാത്ര നിരൂപണം എഴുതണമെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? എന്താണ് മക്കൾ ചെയ്യേണ്ടത്? യെസ്, കഥകളൊക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം അല്ലേ? നിങ്ങളെ പാഠഭാഗത്തിലുള്ള കാര്യങ്ങളൊക്കെ ഏതൊക്കെയാണ് കഥാപാത്രങ്ങൾ, ഏതൊക്കെ പാഠഭാഗമാണ്, ആ കഥാപാത്രത്തിനുള്ള സവിശേഷതകൾ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നന്നായിട്ട് എന്തെഴുതാൻ പറ്റുള്ളൂ? ഒരു കഥാപാത്ര നിരൂപണം എഴുതാൻ കഴിയുള്ളൂ. പിന്നെയോ കഥാപാത്ര നിരൂപണത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് മിസ് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇനി അടുത്ത എന്താ വരാൻ ചാൻസ് ഉള്ളത്? എന്താണ്? യെസ്, അടുത്തത് ജീവചരിത്രക്കുറിപ്പാണ്. മക്കളെ വന്നിരിക്കും ജീവചരിത്രക്കുറിപ്പ്, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വന്നിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പം നന്നായിട്ട് പഠിച്ചു പോവുക. ജീവചരിത്രക്കുറിപ്പ് എന്താണ്? യെസ്, നമ്മുടെ കാര്യം മറ്റുള്ളവർ എഴുതുന്നതിനെയാണ് ജീവചരിത്രക്കുറിപ്പ് എന്ന് പറയുന്നത് അല്ലേ? എന്താണ്? നമ്മുടെ കാര്യങ്ങളൊക്കെ മറ്റൊരാള് എഴുതുന്നതിനെയാണ് ജീവചരിത്രക്കുറിപ്പ് എന്ന് പറയുന്നത്. എന്നാലോ നമ്മുടെ കാര്യം നമ്മൾ തന്നെ എഴുതുന്നതിന് എന്താ പറയുന്നത്? എന്താണ്? യെസ്, ആത്മകഥ. എന്താണ്? ആത്മകഥ. അപ്പൊ ജീവചരിത്രക്കുറിപ്പും ആത്മകഥയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം മനസ്സിലായല്ലോ? യെസ്, അപ്പം ഒരു ജീവചരിത്രക്കുറിപ്പ് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ഒരു ജീവചരിത്രക്കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പഠിച്ചു വെച്ചോളൂ. വന്നിരിക്കും. അടുത്തത് വിശകലന കുറിപ്പ്. അടുത്തത് എന്താണ്? വിശകലന കുറിപ്പാണ് അല്ലെ? അപ്പൊ മിസ്സേ വിശകലന കുറിപ്പ് വന്നു. ഞങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ തുറന്നു നോക്കിയപ്പോ അതില് വിശകലന കുറിപ്പുണ്ട്. മിസ്സിന്റെ വീഡിയോ കണ്ടതുകൊണ്ട് ഞങ്ങൾക്കത് പഠിക്കാൻ കഴിഞ്ഞു, ഞങ്ങൾക്കത് എക്സാമ്പിൾ നന്നായിട്ട് എഴുതാൻ കഴിഞ്ഞു മിസ്സേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അടുത്ത ദിവസം എൻ്റെ അടുത്തേക്ക് വരും. ഓക്കെ അല്ലേ മക്കളെ? വിശകലന കുറിപ്പ് വന്നിരിക്കും, നന്നായിട്ട് പഠിച്ചോളൂ. അടുത്തതോ
യെസ്, താരതമ്യക്കുറിപ്പില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോടാ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പം താരതമ്യക്കുറിപ്പ് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ തരും താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അത് നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം താരതമ്യം ചെയ്യാൻ അല്ലെ. ആ താരതമ്യം ചെയ്തിട്ട് വേണം കുറിപ്പ് തയ്യാറാക്കാൻ. മനസ്സിലായോ? അപ്പൊ താരതമ്യക്കുറിപ്പും നിർബന്ധമായിട്ടും വന്നിരിക്കും. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? താരതമ്യക്കുറിപ്പ് പഠിച്ചു വെച്ചോ. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോ ആതിര മിസ് പറഞ്ഞു തന്ന താരതമ്യക്കുറിപ്പ് വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ തന്നെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയും. അടുത്തത് മക്കളെ, നമ്മളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു സംഭവമാണ് ആസ്വാദന കുറിപ്പ് അല്ലെ. എന്താണ്? ആസ്വാദന കുറിപ്പ്. അതൊരു കവിതയായിക്കോട്ടെ കഥയായിക്കോട്ടെ, ആസ്വാദന കുറിപ്പ് നിങ്ങൾക്ക് വന്നിരിക്കും. അപ്പൊ നിങ്ങൾ ഒരു ആസ്വാദന കുറിപ്പ് എഴുതുക എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ്, അത് വായിക്കാൻ കുറച്ച് കാര്യങ്ങൾ തരും. ഒരു കഥയോ അല്ലെങ്കിൽ കവിതയോ നിങ്ങൾക്ക് വായിക്കാൻ തരും. അപ്പൊ നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക, വായിച്ച് മനസ്സിലാക്കുക. ശേഷം മാത്രം എന്ത് എഴുതുക? ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക. മാത്രല്ല, ആ ഒരു ആസ്വാദന കുറിപ്പ് എഴുതേണ്ട ഘട്ടങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് വേണം ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാൻ. ആസ്വാദന കുറിപ്പ് മാത്രമല്ല, മിസ് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എഴുതേണ്ട രീതിയിൽ മാത്രം എഴുതുക. വെറുതെ വലിച്ചു വാരി നീട്ടി എഴുതേണ്ട ആവശ്യമേ ഇല്ല. മിസ് എപ്പോഴും പറയുന്ന പോലെ പറയാം, വലിച്ചു വാരി ആരും എഴുതരുത്. വലിച്ചു വാരി എഴുതിയാൽ മാർക്ക് കിട്ടില്ല കിട്ടില്ല കിട്ടില്ല. മിസ് പറഞ്ഞു തരുന്ന ആ കാര്യങ്ങളൊക്കെ വെച്ചോണ്ട് നിങ്ങൾ എഴുതിയോ എങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഉറപ്പാണടാ. അപ്പം ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണ്? യെസ്, വായിക്കാം, എഴുതാം. അതൊരു കഥയായിക്കോട്ടെ കവിതയായിക്കോട്ടെ നിങ്ങൾക്ക് എക്സാമിന് വന്നിരിക്കും. സംഭാഷണം എക്സാമിന് നിർബന്ധമായിട്ട് മക്കളെ നിങ്ങൾക്ക് വന്നിരിക്കും. അടുത്തതോ? യെസ്, അഭിപ്രായക്കുറിപ്പ്. അഭിപ്രായക്കുറിപ്പ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വരുമോ? ഇല്ല. അഭിപ്രായക്കുറിപ്പ് എന്തായാലും വന്നിരിക്കും. അടുത്തത് കഥാപാത്ര നിരൂപണം വന്നിരിക്കും, ഷുവർ ആയിട്ടും വന്നിരിക്കും. ഓക്കെ, ജീവചരിത്ര കുറിപ്പ് പഠിച്ചു വെച്ചോളൂ. വിശകലന കുറിപ്പ് പഠിച്ചു വെച്ചോളൂ, ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിരിക്കും. താരതമ്യക്കുറിപ്പ്, ആസ്വാദന കുറിപ്പ്. മക്കളെ, ഇതൊന്നും ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടോടാ? ഇല്ല. അപ്പൊ എന്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് വേണം എക്സാമിന് പോവാൻ. മിസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചോണ്ട് അടിപൊളിയായിട്ട് തന്നെ എഴുതുക. അപ്പൊ എന്തായാലും എന്റെ മക്കൾ നല്ല അടിപൊളിയായിട്ട് പഠിക്കുന്നുണ്ടെന്ന് മിസ്സിന് അറിയാം. എക്സാമിന് നല്ല മാർക്ക് വാങ്ങുക. എജുപോട്ട് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഓക്കെ, മലയാളത്തിന്റെ മിസ്സായ ആതിര മിസ്സും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ എല്ലാവരും നല്ല കോൺഫിഡൻസോട് കൂടി എക്സാം എഴുതുക, പാസ്സാവുക. അപ്പൊ എങ്ങനെയാ? അടുത്ത ദിവസം കാണല്ലേ? എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്.